സ്വസ്ഥമായിടുക. സ്വർഗ്ഗതാതൻ സഹായമായുള്ളതിന തെല്ലും പതരേണ്ട, മനം കലങ്കേണ്ട. തിരുനാമവനിൻ സ്തുതി പാടിടുക. മനമേ നീ സ്വസ്ഥമായിടുക. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 1914 ഡിസംബർ മാസത്തിലെ തണുപ്പുള്ള ഒരു രാത്രിയിൽ പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൻ്റെ പരീക്ഷണശാലയ്ക്ക് തീപിടിച്ചു. ഏതാണ്ട് $2 മില്യൺ വിലമതിക്കുന്ന കെട്ടിടവും പരീക്ഷണത്തിനുള്ള എല്ലാ സാധന സാമഗ്രികളും അതിപ്രധാനമായ സകല രേഖകളും കത്തിച്ചാമ്പലായി. ഈ അത്യാഹിതം കണ്ട് പരിഭ്രമിച്ച് ഓടി നടന്ന് 24 വയസ്സുള്ള മകൻ ചാൾസ് പിതാവിനെ തിരയുകയാണ്. ഒടുവിൽ കത്തി ഉയരുന്ന അഗ്നിജാലകൾ നോക്കിക്കൊണ്ട് ശാന്തമായി നിൽക്കുന്ന പിതാവിനെ മകൻ കണ്ടെത്തി. 67 വയസ്സുള്ള തൻ്റെ പിതാവ് ഇനി എന്തു ചെയ്യും എന്ന് അവൻ ചിന്തിച്ചു. ഈ സമയം എഡിസൺ മകനോട് പറഞ്ഞു, മോനെ, നിൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവരൂ. ഇങ്ങനെയൊരു തീ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും കാണുവാൻ സാധിക്കില്ല എന്ന് വന്നേക്കാം. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, വളരെയധികം നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. നമ്മുടെ എല്ലാ തെറ്റുകളും തീ കത്തിപ്പോയി. ദൈവമേ, നിനക്ക് നന്ദി. ഇനി എല്ലാം പുതുതായി തുടങ്ങട്ടെ. ഏതാണ്ട് 3 ആഴ്ചകൾ പിന്നിട്ടപ്പോൾ എഡിസൻ്റെ പുതിയ കണ്ടുപിടുത്തമായ ഫോണോഗ്രാഫ് പുറത്തിറങ്ങി. ഇതാണ് പുതുക്കത്തിൻ്റെ അനുഭവം. പരാജയങ്ങളും പ്രതിസന്ധികളും ഒന്നിൻ്റെയും അവസാനമല്ല. വീണ്ടും ഒരു പുതിയ തുടക്കത്തിന് എപ്പോഴും അവസരമുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധത്തിൻ്റെ കണക്കുകളായിരിക്കും ആദ്യം മനസ്സിലേക്ക് വരുന്നത്. വേദനാജനകമായ പല കാര്യങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ വേദനയുടെ അനുഭവത്തിലും അവൻ പുതുക്കത്തിൻ്റെ പുതിയ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കും. യെശയ്യാ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യെശയ്യാവ് 40:31. നമ്മുടെ ജീവിതങ്ങൾ എല്ലാം പുതുക്കപ്പെട്ട് ദൈവാനുരൂപമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള പുതുക്കത്തിന് നമ്മെ ആഹ്വാനം ചെയ്യുന്ന അനേക പദങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ട്. മാനസാന്തരപ്പെടുക, വീണ്ടും ജന്മം പ്രാപിക്കുക, പുതിയ മനുഷ്യനാകുക, പുതിയ സൃഷ്ടിയാകുക, പുതിയ ആകാശം, പുതിയ ഭൂമി തുടങ്ങിയ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇവിടെയെല്ലാം ഒരു പുതിയ ജീവിതശൈലിക്കായും പുതിയ ലോകത്തിനും ആയി നമ്മെ വിധേയപ്പെടുത്തുവാനുള്ള ആഹ്വാനമാണ് കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ഉദ്ദേശം തന്നെ നമ്മെ പുതുക്കത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. കർത്താവിൻ്റെ ആദ്യ പ്രസംഗം തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നായിരുന്നു മർക്കോസ് 1:15. വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല എന്ന് നിക്കോദെമോസിനോട് പറയുമ്പോഴും ഈ ദർശനം തന്നെ കാണാം. യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്താൽ നമുക്ക് ദൈവമക്കൾ എന്ന പദവിയാണ് ലഭിക്കുന്നത്. പുതിയ ജീവിത ശൈലിയിലേക്ക് നമ്മെ നയിക്കുന്നത് വീണ്ടും ജനനമാണ്. പുതിയ ജീവിതശൈലി യാഥാർത്ഥ്യമാകുമ്പോൾ മാത്രമേ വീണ്ടെടുപ്പ് സാധ്യമാവുകയുള്ളൂ. പുതുജന്മം പ്രാപിച്ച ദൈവമക്കളുടെ പുതിയ ജീവിതശൈലിയിലൂടെ വേണം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം യാഥാർത്ഥ്യമാക്കേണ്ടത്. കേവലം മതാനുഷ്ഠാനങ്ങളിലൂടെ അത് സാധിതം ആകയില്ല. പുതുക്കം അനുഭവമാകുന്നതിന് ദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിറ്റ് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നത് പ്രവാചകന്മാരിൽ കൂടി നൽകപ്പെട്ട ദൂതാണ്. ഹോശേയ 6:1 വായിക്കുന്നത്, വരുവീൻ, നീ യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു,
അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. ഇപ്പോൾ നാം അനുവർത്തിച്ചു വരുന്ന മാർഗം തെറ്റാണ് എന്ന ബോധ്യത്തോടെ മടങ്ങിച്ചെല്ലണം. ഈ മടങ്ങിവരവാണ് നഷ്ടപ്പെട്ടു പോയ പുത്രൻ്റെ ഉപമയിൽ കാണുന്നത്. മടങ്ങി വന്ന പുത്രന് മേൽത്തരമായ അങ്കിയും കൈക്ക് മോതിരവും കാലിന് പുതിയ ചെരുപ്പും നൽകിയ സ്വീകരിച്ചത് ലൂക്കോസ് 15:22. ദൈവത്തിൽ നിന്നുള്ള അകൽച്ച ജീവിതത്തെ അശാന്തിയിലേക്കും തിന്മയിലേക്കും നയിക്കുന്നു. മനസാന്തരത്തിന് യോഗ്യമായ അനുഭവത്തിലേക്കുള്ള തിരിച്ചുവരവ് സമാധാനവും സന്തോഷവും നൽകുന്നു. ജീവിതം പുതുതാക്കുവാൻ ഒരു വഴിയേ ഉള്ളൂ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17. മാനസാന്തരപ്പെട്ട പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്ന നമ്മെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി ഈ ദിവസം തീരട്ടെ. ലൂക്കോസ് 15:7. കർത്താവേ, മാനസാന്തരപ്പെട്ട പുതിയ സൃഷ്ടിയായി പുതിയ അനുഭവത്തിലായി തീരുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. സ്വന്തം സുതരെ മറന്നിടുമോ? വയലിലെ ഓസൈ ചമയിക്കുന്നു, സ്വന്തം സുതരെ മറന്നിടുമോ? അനുദിനമാവശ്യമറിഞ്ഞു തന്നിടുന്നു സ്വർഗസ്ഥതാതനവൻ. അനുദിനമാവശ്യം